മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. എന്നാ തുടങ്ങാം. തുടങ്ങിയതാണല്ലോ, അങ്ങ് തുടർന്നാ പോരെ? അല്ല, എന്തിനൊരു തുടക്കം, അത് അനിവാര്യമാണല്ലോ. അങ്ങനെ കരുതി തുടങ്ങിയതാ. അതിങ്ങനെ ചുറ്റിപ്പോകുമെന്ന് വിചാരിച്ചില്ല അല്ലേ? കൃത്യത എന്നൊന്നുണ്ട്. എന്നോടാണോ? എല്ലാവർക്കും എടുക്കാം. എങ്കിൽ ഞാനെടുത്തു. കൃത്യത അതുള്ളവർ നേരെ ചൊവ്വേ പോകും. ഈ കേട്ടിരിക്കുന്നവർക്കേ ഒരു ആശങ്ക തോന്നുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ഏത് വഴിക്കാണ് ഈ പോക്ക് എന്നല്ലേ? നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കറിയാലോ ആകാശവാണിയെ. അതിൽ ഇങ്ങനെ രണ്ടെണ്ണം എവിടുന്ന് വന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്തായാലും നീട്ടുന്നില്ല, ഓൾറെഡി കുറച്ചധികമായി. ഇൻ ഷോർട്ട്, മെയിൽ ബോക്സിൽ നമ്മൾ ഒരുമിക്കുമ്പോൾ ഇത്തിരി സരസമാവാം. പക്ഷേ ചളിപിളിയാകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് കേട്ടോ. എല്ലാം ഗ്രഹിച്ചാണ് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത്. കത്തുകൾ, പ്രതികരണങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ചാലേ സൂക്ഷ്മതക്കുറവുണ്ടോ എന്നൊരു ശങ്ക ബാക്കിയുണ്ട്. ആകാശവാണിക്കോ? ഇതിൽ ഇരിക്കുന്നവർ അതിന്റെ പ്രതിനിധികളല്ലേ? ഉറപ്പായിട്ടും. അപ്പോ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഉമ്മി അബ്ദുള്ള മികച്ച ശ്രോതാവാണ്, പ്രക്ഷേപകയാണ്, വെൽവിഷറാണ്. ചേച്ചി എന്താ പറയുന്നേ? കേട്ടു നോക്കൂ. ഗുഡ് മോർണിംഗ്. ഞാൻ 9-ാം തീയതി ബുധനാഴ്ചത്തെ ശ്രദ്ധ കേട്ടിരുന്നു. അപ്പോൾ അവർ തുടങ്ങിയപ്പം തന്നെ തലേ ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു കേട്ടത്. 1-2 മിനിറ്റ് അത് തന്നെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവരത് നിർത്തി. രണ്ടാമതും അന്നത്തെ പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കല്ല തെറ്റ് പറ്റിയത്, ആകാശവാണിക്കാണെന്ന്. സാരമില്ല, തെറ്റ് ആർക്കും പറ്റും. പക്ഷേ തെറ്റ് പറ്റിയാൽ ഒരു ക്ഷമാപണം വേണ്ടയോ? അത് ശരിയാണോ? 9-ാം തീയതി കാലത്ത് 6:25 കേൾപ്പിച്ച ശ്രദ്ധ, അയ്യോ, അശ്രദ്ധമായി കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന തെറ്റുപറ്റി. അതിൽ പക്ഷേ ഖേദമുണ്ടായില്ലല്ലോ. ആ സമയത്ത് ഖേദം അറിയിക്കാനും പറ്റിയില്ല. അവതാരകർക്ക് അതിന് കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ് കേട്ടോ. ആകാശവാണിക്ക് അതിൽ അതിയായ വിഷമമുണ്ട്. നിർവ്യാജമായ ഖേദം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത്തരം പിശക് പറ്റാതിരിക്കാൻ കഴിവതെല്ലാം ചെയ്യുമെന്ന് അറിയിക്കട്ടെ. കണ്ണൂർ പാറക്കാടിയിലെ അഭിലാഷേ ആദ്യമായാണ്. ആ പേരിൽ ഒരു പരിപാടി തന്നെ ഉണ്ടാകും. ഇതും ആദ്യമായി പരിപാടിയിൽ പങ്കെടുത്ത അനുഭവമാണ്. പ്രിയഗീതത്തിൽ കത്ത് ആദ്യമാണെങ്കിലും മുടങ്ങാതെ കേൾക്കുന്നു. ആരോഗ്യമൂല്യം, എക്സാം ക്യാപ്സ്യൂൾ, കൃഷിദീപം തുടങ്ങിയവ. പ്രിയ ശ്രോതാവിന് മെയിൽ ബോക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതേപോലെ പലർക്കും എഴുതാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് എഴുത്തെവിടെ? എഴുതും. എഴുതണം. എഴുത്ത് ശീലം ഒരു പിന്മടക്കമായി നമ്മൾ കാണുന്നില്ല. 2 മനുഷ്യരെ തമ്മിൽ ചേർക്കുന്ന ഒരു കണ്ണിയാണത്. അപ്പോൾ ഈ വാട്സപ്പ്, ഇൻസ്റ്റ അങ്ങനെയുള്ള കാര്യങ്ങളോ? അതെ, അതൊരു ഡിജിറ്റൽ കണ്ണി. ഓൾ ടൈപ്സ് ഓഫ് കണ്ണീസ് ആർ വെൽക്കം. പ്രിയ ശ്രോതാക്കളുടെ വിഷു ആശംസകൾ വന്നു തുടങ്ങി. കർണികാരം പൂത്തു തുടങ്ങി. ഇപ്പോഴാണോ കാണുന്നേ? കണ്ണടച്ചിരുന്നാണ് പരിപാടി കേൾക്കാറ്. അതുകൊണ്ടാണ് കർണികാരം കാണാതെ പോയത്. ഓഹോ, സത്യൻ നായർ കരുവള്ളിക്കുന്ന്, മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര തുടങ്ങി കുറച്ചുപേര് നമുക്ക് അയച്ച വിഷു ആശംസകൾക്ക് നന്ദി. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരട്ടെ. ഒരു ആയുസ് മുഴുവൻ നാടകരചനയ്ക്കും നാടക പ്രവർത്തനത്തിനും മാറ്റിവെച്ച CL ജോസുമായി നടത്തിയ ദീർഘ സംഭാഷണം ആ അതുല്യ പ്രതിഭയ്ക്കുള്ള ആദരമായി മാറി. കലയെ അടുത്തറിയാൻ സഹായകമായി. MP പൗലോസ് പട്ടിമറ്റം. MK രാധാകൃഷ്ണൻ കാക്കൂർ എഴുതുന്നു, മെയിൽ ബോക്സിൽ പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തുന്നത് കുറവാണല്ലോ. റിയൽ FM-ലൂടെയും കോഴിക്കോട് നിലയത്തിലൂടെയും കുറച്ചധികം പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ടും എന്താണ് കത്തുകൾ കുറവ് എന്നാണ് ചോദ്യം. രാധാകൃഷ്ണൻ തന്നെ സൂചിപ്പിച്ച പോലെ പരിപാടികൾ വിശകലനം ചെയ്യുന്ന കത്തുകൾ ഇനിയും വരുന്ന മുറയ്ക്ക് കൂടുതൽ എണ്ണം ഉറപ്പായും ഉൾപ്പെടുത്തും. രാധാകൃഷ്ണൻ അവതാരകർ വരുത്തുന്ന ചില നാക്കുപിഴയെ പറ്റിയും പറയുന്നുണ്ട് കേട്ടോ. തീർച്ചയായും ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവും. നമ്മുടെ CS മീനാക്ഷിയെ കേട്ടിട്ടില്ലേ? പ്രമുഖ പ്രക്ഷേപകയാണ്. ഭൗമചാപം എന്നൊരു മികച്ച ഗ്രന്ഥമുണ്ട്. അതെ, പെൺപാട്ട് താരകൾ, അങ്ങനെ ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട്. CS മീനാക്ഷി നമ്മുടെ പരിപാടി സ്ഥിരമായി കേൾക്കുന്നുണ്ട്. ഗാനലോക വീഥികൾ, നമ്മുടെ സംഗീത ചരിത്രം, അതിൻ്റെ ആ ഒരു അവതരണത്തെക്കുറിച്ച് മീനാക്ഷിക്ക് ചിലത് പറയാറുണ്ട്. എന്താണത്? ആകാശവാണിയിലെ ചലച്ചിത്രാധിഷ്ഠിത പരിപാടികൾ എന്നും ജനപ്രിയങ്ങളായിരുന്നു. ഇപ്പോഴിതാ ഗാനലോക വീഥികളിൽ എന്ന പരിപാടിയിലൂടെ ഒരുപക്ഷെ എന്നേക്കുമായി വിസ്മൃതിയിലാണ്ടുപോകുമായിരുന്ന ചലച്ചിത്ര സംബന്ധിയായ വിവരങ്ങൾ ചിട്ടയായി പ്രക്ഷേപണം ചെയ്ത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു സേവനമാണ് ആകാശവാണി ചെയ്യുന്നത്.
സിനിമാ ഗാനങ്ങളുടെ ആരംഭവും പരിണാമങ്ങളും ഒക്കെ അറിയാൻ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് ഈ പരിപാടി ആസ്വദിച്ച് കേൾക്കും. 1938 പുറത്തു വന്ന ബാലൻ തൊട്ടിങ്ങോട്ട് 1961 എത്തി നിൽക്കുകയാണ് ഈ പങ്ക്തി. ഓരോ സിനിമയും ഉണ്ടായ സാഹചര്യങ്ങളും അതിലെ പാട്ടുകളുടെ ചരിത്രവും വളരെ ഗഹനമായിട്ടാണ് ഇതിൽ വിവരിക്കുന്നത്. മലയാളം പാട്ടുകൾക്ക് പുറമെ അതേ സമയത്ത് ഇറങ്ങിയ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ സിനിമകളിലെ പാട്ടുകളെക്കുറിച്ചും ഇതിൽ വിസ്തരിച്ച് തന്നെ പറയാറുണ്ട്. അക്കാലത്തെ ഒരുപാട് മലയാള ഗാനങ്ങളുടെ ഈണങ്ങൾ മറ്റു ഭാഷകളിൽ നിന്ന് കടമെടുത്തവയാണ്. അത്തരം താരതമ്യങ്ങൾ കേൾക്കാൻ കൗതുകകരമാണ്. ഓരോ സിനിമയെപ്പറ്റിയും നമുക്കറിയാത്ത ഒരുപാട് രസകരമായ കഥകളും ഇതിൽ പറയുന്നുണ്ട്. കർണൻ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തുടങ്ങിയ ജനപ്രിയ സിനിമകളിലെ ശിവാജി ഗണേശന്റെ സംഭാഷണങ്ങൾ, ഗായകനായി വന്ന് നടനായി മാറിയ ജോസ് പ്രകാശിന്റെ അനുഭവങ്ങൾ, റെക്കോർഡില്ല എന്ന് വിചാരിച്ചിരുന്ന പാട്ടിന്റെ റെക്കോർഡ് ആർക്കൈവിൽ നിന്ന് കണ്ടെടുത്ത് ഗായികയെ കേൾപ്പിച്ചു കൊടുത്തത്, MK ത്യാഗരാജ ഭാഗവതരുടെ സിനിമാറ്റിക്കായ ജീവിതകഥ തുടങ്ങി അധികം പേരും കേൾക്കാത്തതും വിസ്മയകരവുമായ നിരവധി സംഭവങ്ങളുടെ വിവരണം കൊണ്ട് വളരെ വിജ്ഞാനപ്രദവും വിനോദദായകവുമായ പരിപാടിയാണ് ഗാനലോക വീഥികളിൽ. ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ള വിശദമായ ഗവേഷണം നമ്മെ അമ്പരപ്പിക്കും. വിപുലമായ ഗാനശേഖരം കൊണ്ടും സാംസ്കാരിക രംഗത്തെ ദീർഘമായ ഇടപെടലുകൾ കൊണ്ടും നമ്മുടെ എല്ലാം മനസ്സുകളിൽ ഒരു സവിശേഷ സ്ഥാനം പിടിച്ചുപറ്റിയ ആകാശവാണിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് ഗാനലോക വീഥികളിൽ. ഇതുപോലെ വളരെ ഗൗരവത്തോടെ പരിപാടിയെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വോയിസ് നോട്ടായി പ്രതികരണങ്ങൾ അറിയിക്കണം. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അറിയിച്ചാൽ മതി. മെയിൽ ബോക്സിലേക്ക് വോയിസ് നോട്ട് അയക്കുന്നവർക്കുള്ള നമ്പർ പറയാം: 9400224440. നമ്മുടെ പരിപാടികളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഇതുപോലുള്ള പ്രതികരണങ്ങൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വാട്സപ്പ് നമ്പർ 9400224440. കോഴിക്കോട് ആകാശവാണി 75-ാം വാർഷിക ആഘോഷങ്ങൾ വളരെ കേമമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രോതാക്കൾക്ക് ഒട്ടനവധി പുതിയ പരിപാടികൾ ഇന്നു മുതൽ സമ്മാനിക്കുകയാണ്. നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന വിധം വൈവിധ്യം മാർന്ന ഒട്ടനവധി പരിപാടികളാണ് ആകാശവാണി പ്രിയ ശ്രോതാക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്ന് ഓപ്പൺ ഫോറം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഉള്ളൊരു പരിപാടിയാണ്. ഓപ്പൺ ഫോറത്തിൽ നമ്മൾ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് ഉള്ള പ്രതികരണങ്ങൾ, വിശകലനങ്ങൾ, ചിത്രീകരണങ്ങൾ, ഇങ്ങനെയെല്ലാം വൈവിധ്യപൂർണമായ അവതരണം പ്രതീക്ഷിക്കാം. മറ്റൊരു പരിപാടിയാണ് പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. ശ്രോതാക്കളുടെ ഗൃഹാതുരതയെ തൊട്ടുണർത്തുന്ന പരിപാടിയായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു വ്യത്യസ്ത പരിപാടി പറയട്ടെ: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. കലാരംഗത്തെ, സാംസ്കാരിക രംഗത്തെ ഓരോ ചലനങ്ങളെയും ഒപ്പിയെടുക്കും വിധമാണ് ആർട്ട് കഫേയുടെ അവതരണം. അതിൽ ഏറ്റവും പ്രശസ്തരായവർ നിങ്ങളുടെ മുന്നിൽ തങ്ങളുടെ ഹൃദയവിചാരങ്ങളുമായി വന്നെത്തുന്നു ആർട്ട് കഫേയിൽ. പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നില്ല. വ്യത്യസ്തമായ പരിപാടികൾ തന്നെ ആകാശവാണി ഒരുക്കിയിട്ടുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥ, കോഴിക്കോടിൻ്റെ ചരിത്രാഖ്യാനങ്ങൾ. നമ്മുടെ കോഴിക്കോടൻ പൈതൃകത്തിൻ്റെ പൂർവ്വകാലം, മധ്യകാലം, ആധുനിക കാലം, ഇങ്ങനെ ഈ ഒരു നാടിൻ്റെ ചരിത്രത്തെ സമഗ്രമായി പ്രിയ ശ്രോതാക്കളിൽ എത്തിക്കാനുള്ള പരമ്പരയാണ് ഒരു ദേശത്തിൻ്റെ കഥ. കഥകൾക്കും മധുരത്തിനും പഞ്ഞമില്ലാത്ത നാടല്ലേ കോഴിക്കോട്. കോഴിക്കോടൻ തെരുവുകളുടെ ഉൽപ്പത്തി, വികാസ, പരിണാമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തെരുവിൻ്റെ കഥ. അതും എല്ലാ ആഴ്ചയും പ്രിയ ശ്രോതാക്കളെ തേടിയെത്തുന്ന വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. തീർന്നില്ല, ഇത് ഭൂമിയാണ്. നമ്മുടെ പരിസ്ഥിതിക്കായുള്ള ഒരു പ്രക്ഷേപണ പരമ്പര തന്നെയാണ് ഈ പരിപാടി. ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ പരിസ്ഥിതിയും അതിൽ വരുന്ന ആഘാതവും. അതേക്കുറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഭൂമിയാണ് എന്ന പരിപാടി. എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വായന എന്നുള്ളത്. വായനാനുഭവങ്ങളുടെ ഓർത്തെടുക്കലാണ് ഞാൻ എൻ്റെ വായന. പ്രശസ്തർ തങ്ങളുടെ പ്രിയ പുസ്തകങ്ങളെക്കുറിച്ച്, തങ്ങളുടെ വായനാനുഭവത്തെക്കുറിച്ച്, തങ്ങളെ മാറ്റിമറിച്ച രചയിതാക്കളെക്കുറിച്ചൊക്കെ ഹൃദയം തുറക്കുന്ന പരിപാടി. സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം കൂടെ ആകാശവാണി ഒരുക്കിയിട്ടുണ്ട്. പലവട്ടം പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അതത് ആഴ്ചകളിലെ കായിക അവലോകനം ഉൾപ്പെടുത്തണം എന്നുള്ളത്. നിങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആകാശവാണി തുടങ്ങുന്ന പുതിയ പരിപാടിയാണ് FM സ്പോർട്സ് മിക്സ്. ശനിയാഴ്ചകളിൽ ആ ആഴ്ചയെ സമഗ്രമായി അവലോകനം ചെയ്തുകൊണ്ട് മികച്ച സ്പോർട്സ് റിപ്പോർട്ടർമാർ നിങ്ങളോടൊപ്പം ചേരുന്നു ഈ പരിപാടിയിൽ. നമ്മളെല്ലാവരും വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾ അതിനൊരു പ്രത്യേക പരിപാടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ. അത് ചൊവ്വാഴ്ചകളിലാണ് കേട്ടോ. ചൊവ്വാഴ്ചകളിൽ വൈകിട്ട്
വൈകിട്ട് ആദ്യമായാണ് നമ്മളൊരു തത്സമയ പരിപാടി തുടങ്ങുന്നത്. ഇനി മുതൽ ചൊവ്വാഴ്ചകളിൽ വൈകിട്ട് 5 മണി മുതൽ 5:30 വരെ നിങ്ങളുടെ സംശയങ്ങൾ വിദഗ്ധ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാനുള്ള അവസരമാണ് ഡോക്ടർ ഓൺ കോൾ തത്സമയ പരിപാടി. അല്ല, നമ്മുടെ വിശേഷങ്ങൾ തീർന്നോ? വിശേഷങ്ങളുമായി ഇനിയും നമ്മൾ ഒരുമിക്കുമല്ലോ. മെയിൽ ബോക്സിൽ ഒട്ടനവധി കാര്യങ്ങൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുണ്ട്. ആകാശവാണിയുടെ 75-ാം വാർഷികം വലിയ രീതിയിൽ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. ആകാശവാണിയുടെ പരിപാടികൾ മുടങ്ങാതെ കേട്ടുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മെയിൽ ബോക്സിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കുക. വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട് 32. നമ്മുടെ വാട്സപ്പ് നമ്പർ ഓർമ്മയുണ്ടല്ലോ, 9400224440. ഇതിലേക്ക് പ്രതികരണങ്ങൾ വോയിസ് നോട്ടായും ടെക്സ്റ്റായും 2 രീതിയിലും അയക്കാം. 9400224440. നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കെല്ലാം തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു വിഷു ആശംസകൾ കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അടുത്ത ആഴ്ച വീണ്ടും ഒരുമിക്കാം. ഗുഡ് ബൈ. മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.